എൻ്റെ 7ാം ക്ലാസ് മുതലുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു നേഴ്സ് ആവണം എന്നുള്ളത്. നമ്മൾ എഴുതി വെക്കുന്ന വാക്കുകൾ നമ്മൾ ഡിക്ഷണറി തപ്പുമ്പോൾ അങ്ങനത്തെ വാക്കുകളെ കാണത്തില്ല. പാസ് ഔട്ടായി ഇറങ്ങുന്നത് ഞാൻ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് വാങ്ങിയാണ് എൻ്റെ അപ്പൻ്റെ കൈയും പിടിച്ച് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. കണക്കുകൂട്ടലുകളൊന്നും ശരിയാകുന്നില്ല, ഒരു തരത്തിലും ശരിയാകുന്നില്ല. ഷോർട്ട് കട്ട്സ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് പല സാഹചര്യങ്ങളിൽ ചോദിക്കുന്നതാണ്, ഇത് എന്തോരോ പഠിക്കാൻ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടോ എന്നുള്ളത്. ശരിക്കും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ലാംഗ്വേജ് പഠനത്തിൻ്റെ കാര്യത്തിൽ? ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, എന്നാൽ കുറച്ച് ടിപ്സ് ഉണ്ട് നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മെത്തേഡ്സ് ഞാൻ ഉപയോഗിച്ച കുറച്ച് മെത്തേഡ്സ് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആയിരിക്കാം. ഈ മെത്തേഡ്സ് നിങ്ങൾക്കും ചിലപ്പം ഹെൽപ്ഫുൾ ആയിരിക്കും. അതിലേറ്റവും പ്രധാനം ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കുക എന്നുള്ളത്. എൻ്റെ സീനിയർ ഞാൻ ജർമ്മനിക്ക് പോകുന്ന നേരത്ത് പറഞ്ഞ കാര്യം ഇത് തന്നെയായിരുന്നു. ഫുൾ ടൈം ജർമ്മൻസിനോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുക, അവരോട് കൂടുതൽ നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നോക്കുക. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന ഏതൊരാളുടെയും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് തെറ്റിപ്പോകുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനത്തെ ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം സംസാരിക്കാനായിട്ട്. ഉറപ്പായിട്ടും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നമ്മൾ പൊതുവെ കേരളീയരും അങ്ങനെ വളർന്നു വരുന്നത്. അതൊരു പ്രശ്നം തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ആരെന്ത് ചിന്തിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല, അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ക്ലീഷേ തോട്ട് ഇപ്പോഴേ മാറ്റുന്നതായിരിക്കും നല്ലത്. അത് അറിയായിരിക്കുമല്ലോ, കാരണം അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് മനസ്സിലാവും ആരും നോബഡി കെയർസ്. അതിനകത്ത് നമ്മളുടെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ അത് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ക്ലാസ് റൂംസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലുള്ള ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സിനോട് ജർമ്മനിൽ തന്നെ സംസാരിക്കുക. അപ്പോൾ സാറ് ജർമ്മനിയിൽ മറ്റേ സീനിയർ പറഞ്ഞതനുസരിച്ച് ജർമ്മൻ ക്രൗഡിൽ തന്നെയായിരുന്നു സംസാരവും? ഉറപ്പായിട്ടും ഒന്നും അറിയത്തില്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുക, നമ്മൾ ജർമ്മനിൽ തന്നെ സംസാരിക്കുക. പലപ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, പക്ഷേ ഇത് ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്, അത് മാറും, നമ്മളും പഠിച്ചു വരും. അന്നേരത്തേന് ഈ സിറ്റുവേഷൻസിൽ കൂടെ നമ്മൾ എന്തായാലും ഫേസ് ചെയ്ത ആ ഒരു ഗുണപാഠം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബുക്സ് വായിക്കുന്നവരാണെങ്കിൽ ബുക്സ് വായിക്കുമ്പം അതൊരുപാട് ഹെൽപ്ഫുൾ ആവും. കാരണം ഞാനൊരു B1 ലെവൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് സെൻറ്റൻസ് ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല. വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാകുമ്പോഴത്തേനും കണക്കുകൂട്ടലുകളൊന്നും ശരിയാകുന്നില്ല, ഒരു തരത്തിലും ശരിയാകുന്നില്ല. സംസാരിച്ച് വരുന്തോറും പലപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, ഇതിനെന്ത് പറയും, അതിനെന്ത് പറയും, അങ്ങനെ പല വാക്കുകളും നമുക്ക് എപ്പോഴും കൂടെ ഒരു ഡിക്ഷണറി കൊണ്ടു നടക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ ഇത് നടക്കുന്ന കാര്യമല്ല. എപ്പോഴും ഫോൺ എടുത്ത് നോക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് മിയർലി ഇമ്പോസിബിൾ. അപ്പോൾ വൊക്കാബുലറി പരമാവധി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആയിരുന്നു പിന്നെ നോക്കിയത്. അപ്പോൾ റീഡിംഗ് ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലർക്കും ഇപ്പം വായിക്കാൻ വളരെ മടിയുള്ളൊരു ടൈമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവീസ് കാണുക. മൂവീസ് കാണുവാണെങ്കിലും ചുമ്മാ മൂവീസ് കാണുന്ന കാര്യമില്ല. സോ ഞാൻ ചെയ്തത് ഒരു TV മേടിച്ച് വെച്ചു. TV മേടിച്ച് വെച്ചതിന് ശേഷം ഒരു പേപ്പറും പേനയും സൈഡിൽ വെച്ചേക്കും. ഒരു 1 hour 1.5 hour ഡെയിലി TV കാണാൻ വേണ്ടി മാത്രം. മനസ്സിലായിട്ടൊന്നുമല്ല, ചുമ്മാ കാണുന്നു. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയേ വേണ്ട. കാണുന്നു, നമ്മൾ എഴുതി വെക്കുന്നു, വരുന്ന വാക്കുകൾ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആയി അല്ലേ? അങ്ങനെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആയി. അത് വേറെ പ്രശ്നമുണ്ട്, നമ്മൾ എഴുതി വെക്കുന്ന വാക്കുകൾ നമ്മൾ ഡിക്ഷണറി തപ്പുമ്പോൾ അങ്ങനത്തെ വാക്കുകളെ കാണത്തില്ല. നമ്മളെ എഴുതിയത് കേൾക്കുന്നത് വെച്ച് എഴുതി വെക്കുകയാണ്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു വാക്ക് കാണില്ല. അതെ. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിസണിങ് ഇമ്പ്രൂവ് ആവുന്നത്. ഇത് 2 രീതി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ വൊക്കാബുലറി പരമാവധി കൂട്ടാനായിട്ട് നോക്കുക. എങ്ങനെയാണെങ്കിലും ഡു വിച്ചർ മെത്തേഡ്. അപ്പോൾ ഇത് മെമ്മറൈസ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. റെപ്പറ്റേറ്റീവ് ടെക്നിക്സ്, പിന്നെ ഫ്ലാഷ് കാർഡ്സ്, അങ്ങനെ പല വഴികളുണ്ട്. ഇതൊക്കെ സ്റ്റുഡൻസിന് പല രീതിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നവർ കാണും. പിന്നെ കളേഴ്സിന് നമുക്കിടാം. അങ്ങനെ യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ടെക്നിക്സ്. പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതുമ്പോൾ കറക്ഷൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് ടെക്നോളജി വളർന്നിരിക്കുന്നു, നമുക്ക് കറക്ഷൻ കിട്ടാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. എൻ്റെ ടിപ്പ് ആ ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. പക്ഷേ മിസ്സിൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ഇൻസ്പിറേഷണലായിട്ട്, അതായത് ലാംഗ്വേജ് എടുക്കണോ വേണ്ടോ എന്നിരുന്ന ആൾക്കാർ പോലും മിസ്സിൻ്റെ ഒരു ഇൻസ്പിറേഷണൽ ടോക്കിൽ പലപ്പോഴും ആ ഒരു ഡിസിഷൻ മാറ്റിയിട്ടുണ്ടെന്ന് പോലും. അതെന്തായിരുന്നു ആ ഇൻസ്പിറേഷൻ? എനിക്ക് പലപ്പോഴും കേൾക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ക്ലാസ്.
അപ്പം ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സാണത്. അല്ല, അങ്ങനെ വലിയൊരു ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല. എനിക്ക് പേഴ്സണലി അത് കുറച്ച് അഭിമാനം ഉള്ളാക്കുന്ന കാര്യമാണ്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഇല്ല. അപ്പം ഞാൻ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ക്ലാസ്സിൽ അത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഇങ്ങനെ വലിയ ആക്റ്റീവ് അല്ലാതെ പമ്മി പതുങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വിഷമം ഷെയർ ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഏതൊക്കെ വഴികളിൽ കൂടെയാണ് മുമ്പോട്ട് വന്നത് എന്നുള്ളതങ്ങ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഞാൻ പ്രൊഫഷൻ നേഴ്സ് ആണല്ലോ. അപ്പം ഞാൻ നേഴ്സിംഗ് പഠിക്കാനുള്ള അങ്ങനെ ഒരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ കാരണം തന്നെ എൻ്റെ 7ാം ക്ലാസ് മുതലുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു നേഴ്സ് ആവണം എന്നുള്ളത്. മറ്റൊന്നുമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ അന്നത്തെ ബുദ്ധി ലെവൽ വെച്ചിട്ടും ഒക്കെ എനിക്ക് പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് നേഴ്സിംഗ് ആയിരുന്നു. നമ്മൾ കർണവന്മാർ പറയുമല്ലോ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന പോലെ ഞാൻ അങ്ങനെ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തു. അപ്പോൾ +2 ശേഷം ഞാൻ നേഴ്സിങ്ങിന് പോയി. പക്ഷേ ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയൊരു കോഴ്സാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാനസികമായിട്ടും ഫിനാൻഷ്യലി ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് പഠിച്ചത്. ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇട്ടിട്ട് പോരാം, അത് നഴ്സിംഗ് പറ്റത്തില്ല, വേണ്ട, തിരിച്ച് വീട്ടിൽ പോകാം എന്നൊക്കെയുള്ളത്. പക്ഷേ ആ സമയങ്ങളിലും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ മുമ്പോട്ട് പഠിച്ചു. അപ്പോൾ ആ ഒരു സമയത്താണ് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വാശി വന്നു. നമ്മൾ പറയില്ലേ മധുരപ്രതികാരം എന്നൊക്കെ. ചില ഇൻസൾട്ടിങ്ങും അല്ലെങ്കിൽ ചില രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശി വരും. 2nd ഇയർ 3rd ഇയർ 4th ഇയറിലൊക്കെ ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സായി. അതിനുശേഷം പാസ് ഔട്ടായി ഇറങ്ങുന്നത് ഞാൻ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് വാങ്ങിയാണ് എൻ്റെ അപ്പൻ്റെ കൈയും പിടിച്ച് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. അത് എനിക്കും എൻ്റെ പേരൻസിനും വളരെ അഭിമാനം ഉള്ള ഒരു നിമിഷമാണത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ പുറത്തിറങ്ങുമ്പോഴും എൻ്റെ മുമ്പിൽ അവസരങ്ങളുണ്ട്. കാരണം ഞാൻ നേഴ്സാണ്, മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്, അവസരങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്താണ് നേഴ്സിംഗ് പഠിപ്പിച്ചത്. ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആകുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം. സ്കൂൾ ലെവലിൽ ചിന്തിക്കുമ്പോൾ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരുന്ന ഞാൻ ഈ ഒരു രീതിയിൽ എനിക്ക് പഠിച്ചിറങ്ങാൻ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാവില്ല, എനിക്കാവാമെങ്കിൽ നിങ്ങൾക്ക് ആവാൻ പറ്റും. അപ്പോൾ ആ ഒരു ലൈനിൽ ഞാൻ പറയുന്നതാണ്. അപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന സമയത്തും എൻ്റെ മുമ്പിൽ ആവശ്യങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്, മറിച്ച് അത്യാവശ്യങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്നുമാണ് ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രി വന്നതും അങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. പക്ഷെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ നഴ്സിംഗ് ഇത്രയും ഇഷ്ടത്തോടെ എടുത്തു. ഒരു കാരണവശാലും ഒരു ലാംഗ്വേജ് ട്രെയിനറായിട്ട് ഞാൻ ജോലി ചെയ്യേണ്ടി വരും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അത് കുറച്ചും കൂടെ ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നഴ്സിംഗ് എത്രത്തോളം ഇഷ്ടമാണോ അതിനേക്കാൾ ഒരു പടി മുകളിലാണ് എനിക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് വലിയൊരു നമ്മൾ പറയില്ല വെൻഡേ പോയിന്റ്, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ലോണിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോഴത്തേനും പറയേണ്ട ഒരു കാര്യമാണ്, ലോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ജർമ്മനി ചൂസ് ചെയ്യുന്നത്. കാരണം ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഫ്രീ ആയിട്ട് പഠിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് അധികം പേർക്ക് അറിയത്തില്ല. ഇപ്പോഴും അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് വളരെ ആശ്ചര്യമാണ്. ഫ്രീ ആയിട്ട് പഠിക്കാം, മാത്രമല്ല ഇത്രയും വലിയൊരു അധിക ഭാരം എൻ്റെ വീട്ടുകാർക്ക് അന്ന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ അടുത്ത് മതി. ഇന്നത് 10 ലക്ഷം രൂപയ്ക്ക് മേടിപ്പോയി. 7 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്ന് നമുക്കത് വലിയൊരു തുക തന്നെയാണ്. പക്ഷെ അന്ന് ആ ഒരു ഇപ്പം 10 ലക്ഷം രൂപ 11 ലക്ഷം രൂപ അടുത്ത് തുകയിലേക്ക് എത്തിയത്. അപ്പോൾ അന്ന് ഈ ഒരു എമൗണ്ടിൽ കാര്യങ്ങൾ നടക്കും. ലോൺ ഇല്ലാതെ പഠിക്കാം. ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാധ്യത ആരടയ്ക്കും, എത്ര നാളുകൊണ്ട് അടയ്ക്കാൻ പറ്റും, എന്ത് ജോലി കിട്ടി എപ്പോൾ അടച്ചു തരും, ഇങ്ങനത്തെ കുറേ ചിന്തകൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജർമ്മനി തിരഞ്ഞെടുത്ത് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഞാനും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. വളരെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റോറിയെ പറ്റി. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി എപ്പോഴും ഒരു വാശി അല്ലേ? ഇത് തന്നെയാണ് എനിക്ക് സ്റ്റുഡൻസിനോടും പറയാനായിട്ടുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ പരാജയങ്ങളും ഉണ്ടാകും. പരാജയ ഭീതിയെ പേടിച്ച് തോറ്റുപോകുമോ എന്നുള്ളത് പേടിച്ചാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തോറ്റുപോയാൽ, പരാജയപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. മുമ്പോട്ട് പോവുക. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതോ പറയുന്നതോ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പറഞ്ഞ കാര്യമാണ്. പരാജയപ്പെട്ട് ഇട്ടിട്ട് പോവേണ്ട പല സാഹചര്യങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാശിയോടുകൂടി, വാശി ഒരു കാരണവശാലും ഒരു കാരണത്തിലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പല ഇൻസ്റ്റൻസസിലും നമുക്ക് ആ ഒരു വാശി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും.